നമസ്കാരം. എത്ര പെട്ടെന്നാണ് കോൺഗ്രസിൽ തീരുമാനങ്ങൾ വരുന്നത്. ഹൈക്കമാൻഡ് ഇടപെടുന്നു, പിന്നെ ഇവിടുത്തെ KPCC ഇടപെടുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇടപെടുന്നു. വളരെ പെട്ടെന്നാണ്. ഒരു MLA ആയിട്ട് പോലും, ഒരു യുവ MLA പാലക്കാട് നിന്ന് ഗ്യാപ്പിൽ ജയിച്ച, കാരണം ഈ പാലക്കാട് ഗ്യാപ്പുള്ള സ്ഥലമാണല്ലോ, ആ ഗ്യാപ്പിൽ ജയിച്ച് കയറിയ ഒരു MLA, പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി നിന്ന് ജയിച്ച യുവ നേതാവ് വളരെ പെട്ടെന്നാണ് ട്രാപ്പല്ല ചെന്ന് പെട്ടത്. വളരെ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലയാണ് ആ യുവ നേതാവിനെതിരെ വരുന്നത്. സോഷ്യൽ മീഡിയ വഴി തന്നെ ഹൈപ്പായി ഉണ്ടാക്കി ചാനലുകളിലൊക്കെ വന്ന അതേ നേതാവിന് നോക്കൂ, നമ്മുടെ ചാനലുകളൊക്കെ വെട്ടിക്കീറുന്ന നോക്കൂ, ഇതും കണ്ടു പഠിക്കണം. ഞങ്ങൾ അദ്ദേഹത്തെ വെട്ടിക്കീറാനൊന്നുമല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ ആ യുവ നേതാവ് കറക്റ്റ് ചെയ്ത് വരട്ടെ. സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കോടതിയിൽ കൃത്യമായി പോട്ടെ. അതിനെ സോഷ്യൽ മീഡിയയിലോ ചാനലുകളിലോ ഉടുപ്പിച്ച് അലക്കിച്ച് നഗ്നനായി നിർത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാറ്റിയാൽ ആരെന്ന് അറിയാനുള്ളൊരു കൗതുകമാണുള്ളത്. എബിൻ വർക്കിയോ റിജി മാക്കൂട്ടിലോ, അതായത് ഒന്ന് രണ്ടുപേരും കണ്ണൂരാണെന്ന് തോന്നുന്നത്. അത് ഒരാളെന്തായാലും റിജി കണ്ണൂരാണ്, മറ്റേ ആൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് എബിൻ വർക്കിയോ റിജിയോ ഇതിലേതായാലും രണ്ടിലൊരാളാകുമോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ്. എന്തായാലും വളരെ വലിയൊരു പരിപാടിയിലാണ് ചെന്ന് നമ്മുടെ യുവ MLA പെട്ടിരിക്കുന്നത്. അദ്ദേഹം താൽക്കാലിക പീരീഡനാണ്. 1.5 വർഷം 2 വർഷത്തേക്ക് MLA ആയ ആളാണ്. അദ്ദേഹത്തിന് ആ അസംബ്ലിയിൽ വന്ന് 4 വർത്തമാനം പറയാനോ ഒന്ന് സുഖിക്കാനോ സീനിയർ നേതാക്കളെ കൂടെ ഇരിക്കാനോ ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടു. എന്നിട്ട് ആദ്യമേ അദ്ദേഹം ഇതുപോലൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നും ആർക്കൊക്കെയാണ് മെസ്സേജ് പോയതെന്നും എല്ലാം അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം വെല്ലുവിളിക്കാനും ചലഞ്ച് ചെയ്യാനും ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ അവരെ വിളിച്ചങ്ങ് തീർപ്പാക്കി. ഒരു സൈലൻ്റ് അതിന് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നങ്ങ് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതിന് പകരം എല്ലാവരെയും വെല്ലുവിളിച്ചു, ചലഞ്ച് ചെയ്തു. സ്ത്രീകൾ മുന്നോട്ടും വന്നു. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും പുതിയ യൂത്ത് കോൺഗ്രസ്സിന് പുതിയ പ്രസിഡന്റ് വരുന്നു. ഇനി പുതിയ പ്രസിഡന്റും പഴയതിൻ്റെ വഴിയേ പോകരുത്. നിങ്ങൾ യുവാക്കൾ വളരെ മനോഹരമായ രീതിയിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഏത് പാർട്ടിയിലായാലും യുവത്വത്തെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യുവ MLAയും ഒരു MPയെയും കുറിച്ച് പാലക്കാടുള്ള വടകരയിൽ പോയി നിൽക്കുന്ന ഒരു MPയെക്കുറിച്ചും ഇതേ പരാതി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഇത്ര രൂക്ഷമല്ല. അത് വേറൊരു തരത്തിലേക്കുള്ള പരാതിയാണ്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ആൺകുട്ടികൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. പെൺകുട്ടികളും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം, വനിതകളും പുരുഷന്മാരും ഒക്കെ ശ്രദ്ധിക്കുക. എത്രയോ സീനിയർ നേതാക്കൾ എല്ലാ പാർട്ടിയിലും വളരെ സുന്ദരമായി സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നു, സ്ത്രീകളുമായി നല്ല ബന്ധം വയ്ക്കുന്നു. അത് കണ്ടുപഠിക്കുക, അവരിൽ നിന്ന് കോഴ്സ് എടുക്കുക. അല്ലാതെ നിങ്ങളെ ആവേശപ്പെട്ട് കാണുന്ന സ്ത്രീകൾക്കെല്ലാം പിറകെ പോയാൽ എല്ലാവരും ഒരുപോലല്ല. ചില ആളുകൾ അത് കൃത്യമായി പ്രതികരിക്കും. ശ്രദ്ധിച്ചോളുക. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്, മേഖലയാണിത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ഇടപെടുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും യുവ നേതാക്കൾ 2 പേർ പെട്ടു. ഒരാളിൻ്റെ സ്ഥാനം ഇതാ തെറിക്കാൻ പോകുന്നു. ഇനി MLA സ്ഥാനത്ത് തുടരാൻ പറ്റുമെന്നറിയില്ല. കാര്യം കോടതി കേസ് വഴക്ക് എല്ലാം വരും. എന്തായാലും നാറ്റ കേസായി, വളരെ മോശം കേസായി. പക്ഷേ ആ യുവ MLA തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുതിരുത്തി മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറഞ്ഞ് ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറഞ്ഞൊക്കെ തിരിച്ചു വരട്ടെ. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുകളും ലോജിക്കുകളൊന്നും ഓടില്ല. ആ വണ്ടിയൊക്കെ പഴയ കാലത്തായിരുന്നു, അതൊക്കെ ഓടുമായിരുന്നു. സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത് ഇത് ഓടില്ല. പിന്നെ ഒരു ഗുരുത്വക്കുറവുകളുണ്ട് ഈ യുവ MLAക്ക്. ഗുരുത്വക്കുറവെന്ന് പറഞ്ഞാൽ, ഒന്ന് കരുണാകരനെ പോലുള്ള ഒരു വളരെ സീനിയർ നേതാവിനെ മോശമായി പറഞ്ഞു. ആ നേതാവിൻ്റെ കരുണാകരൻ്റെ ഭാര്യയെക്കുറിച്ചും വളരെ മോശമായി പറഞ്ഞു. പത്മജ വേണുഗോപാലിൻ്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തു. അവിടെ ഒരു സ്ത്രീ കണ്ണുനീരുണ്ട്. കരുണാകരൻ്റെ ഭാര്യ മരിച്ചുപോയി, ലീഡറുടെ. നമ്മളൊക്കെ കരുണാകരൻ്റെ പാർട്ടിയിലൊന്നും വിശ്വസിക്കുന്നവരല്ല. ഞാൻ ഒരു പാർട്ടിയിലും രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ നമുക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് കരുണാകരനൊക്കെ. ലീഡറല്ലേ, വലിയൊരു നേതാവായിരുന്നല്ലോ, അത്രയും രാഷ്ട്രീയ ലെജൻഡൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള നമുക്കൊന്നും ചെന്നെത്താൻ പറ്റാത്തൊരു മേഖലയാണ്. അങ്ങനെയുള്ള ലെജൻഡിനെ എൻ്റെ ഭാര്യയെ, കല്യാണിക്കുട്ടിയമ്മയും മകളെയും പത്മജയൊക്കെ മോശമായി പറഞ്ഞപ്പോൾ അതേ സ്ത്രീ വിഷയങ്ങളിൽ തന്നെ വന്ന് പെട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സ്ത്രീ ശാപമേറ്റാൽ ഇങ്ങനെ ഇരിക്കും. സ്ത്രീകൾ ശപിച്ചാൽ, അവർ കരഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഫലമെന്ന് കൂടി യുവ നേതാക്കൾ അറിയുക. എന്തായാലും വരട്ടെ. അബിൻ വർക്കിയാണോ റിജിൽ മാക്കുറ്റിയാണോ?